സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. പൂക്കോട് വെറ്ററിനറി കോളേജിലെ മെൻസ് ഹോസ്റ്റലിൽ അലിഖിത നിയമം എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അലിഖിത നിയമം അനുസരിച്ച് പെൺകുട്ടിയുടെ പരാതി ഒത്തുതീർപ്പാക്കാനാണ് സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയത് എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, എന്തൊക്കെ പരാമർശങ്ങളുണ്ട് റിമാൻഡ് റിപ്പോർട്ടിൽ? ഉന്മേഷ, ഈ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായ രീതിയിൽ തന്നെ ചില വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മെൻസ് ഹോസ്റ്റലിൽ അലിഖിത നിയമം അനുസരിച്ച് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയാണ് ഈ സിദ്ധാർത്ഥനെ സഹപാഠികൾ വിളിച്ചു വരുത്തുന്നത്. ഈ പെൺകുട്ടി, സഹപാഠിയായ പെൺകുട്ടിയുടെ പരാതി ഉണ്ടായിരുന്നു. ഈ പരാതി അനുസരിച്ച് ഈ കേസിലെ പ്രതികൾ കൂടിയായിട്ടുള്ള ഡാനിഷും അതോടൊപ്പം ഡാനിഷ് രഹാൻ എന്ന് പറയുന്ന മറ്റൊരു വിദ്യാർത്ഥിയുടെ ഫോണിൽ നിന്നാണ് വീട്ടിലേക്ക് പോയിരുന്ന സിദ്ധാർത്ഥനെ വിളിച്ച് വരുത്തുന്നത്. 15-ാം തീയതിയാണ് സിദ്ധാർത്ഥൻ ഇവിടെ നിന്നും പോകുന്നത്. ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഹോസ്റ്റലിലെ അലിഖിത നിയമം അനുസരിച്ച് അങ്ങനെ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അനുസരിച്ച് ഈ വിദ്യാർത്ഥിയെ, അതായത് സിദ്ധാർത്ഥനെ വിളിച്ച് വരുത്തുകയാണ്. 15-ാം തീയതി ആണ് വിളിച്ച് വരുത്തുന്നത്. 16-ാം തീയതി പുലർച്ചയോടുകൂടി ഇവിടേക്ക് എത്തുന്നു. ഇതിനുശേഷം ചില ഭീഷണികളും ഉണ്ടായിട്ടുണ്ട്. അതായത് നിയമ നടപടികളുമായി മുന്നോട്ട് പോയാൽ പോലീസ് കേസാകും, അതുകൊണ്ട് തന്നെ മടങ്ങി എത്തണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. ഇതിനിടയിൽ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. അതിനുശേഷം ഹോസ്റ്റൽ മുറിയിൽ വെച്ച് എവിടേക്കും പോകാൻ അനുവദിക്കാതെ ക്രൂരമായ രീതിയിൽ തന്നെ മർദ്ദിക്കുകയായിരുന്നു. അന്യായമായി തടങ്കൽ വെച്ചു. ഒപ്പം തന്നെ വൈകിട്ട് മുതൽ തന്നെ ക്യാമ്പസിനകത്ത് വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി സിദ്ധാർത്ഥനെ മർദ്ദിച്ചു. തുടർന്ന് മെൻസ് ഹോസ്റ്റലിൽ തിരികെ എത്തിച്ച് 21-ാം നമ്പർ മുറിയിൽ വെച്ചും സമാനമായ രീതിയിൽ തന്നെ മർദ്ദനം തുടർന്നു. പിന്നീട് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് വെച്ച് സിദ്ധാർത്ഥനെ വിവസ്ത്രനാക്കിയ ശേഷം അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് 1 മുതൽ 18 വരെയുള്ള പ്രതികൾ സംഘം ചേർന്ന് മാറി മാറി മർദ്ദിക്കുകയാണ് ഉണ്ടായത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. ബെൽറ്റ് കൊണ്ടും കേബിൾ വയർ കൊണ്ടും കൈകൊണ്ടും അടിച്ചു, കാലുകൊണ്ട് തൊഴിച്ചു. അത്തരത്തിൽ അതിക്രൂരമായ പീഡനത്തിന് ഇരയാക്കുകയാണ് ഉണ്ടായത്. പുലർച്ചെ 2 മണിവരെ, അതായത് ഈ 17-ന് പുലർച്ചെ 2 മണിവരെ പൊതുമധ്യത്തിൽ പരസ്യ വിചാരണ നടത്തിയാണ് അപമാനിച്ചത്. ഈ അപമാനത്തിൻ്റെ എല്ലാം തന്നെ ഭാഗമായാണ് സിദ്ധാർത്ഥന്റെ ആത്മഹത്യ ഉണ്ടായത്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് കുറെ കൂടി അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. പ്രതികളെ ഇന്ന് വൈകിട്ടോടുകൂടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള നീക്കമാണിപ്പോൾ പോലീസ് നടത്തുന്നത്. 18 പ്രതികളും പിടിയിലായിട്ടുണ്ട്. കുറെ കൂടി ഇതിന്റെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയും അത്തരത്തിൽ കുറ്റമറ്റ രീതിയിൽ കുറെ കൂടി കാര്യക്ഷമമായ രീതിയിൽ പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത്. ഉന്മേഷ്, ഇപ്പോൾ സുർജിത്ത്, ഈ കുടുംബത്തിന്റെ ആരോപണം ഉണ്ടായിരുന്നു താരതമ്യേന ദുർബലമായ വകുപ്പുകൾ എന്നതടക്കം. ഈ റിമാൻഡ് റിപ്പോർട്ട് കൂടി പരിശോധിക്കുമ്പോൾ ക്രൂരമായ മർദ്ദനം ഉണ്ടായെന്നുള്ള കാര്യം വ്യക്തമാകുന്നു. കുടുംബത്തിന്റെ ആരോപണം ആ നിലയ്ക്ക് ശരിവെക്കപ്പെടുകയാണ്. ഈ വകുപ്പുകളുടെ കാര്യത്തിലടക്കം, ഈ കുടുംബത്തിന്റെ ആരോപണത്തിന്റെ കാര്യത്തിലടക്കം ഇത് ആത്മഹത്യയല്ല, ക്രൂരമായി മർദ്ദിച്ച് കൊന്നതാണ് എന്നുള്ളൊരു സഹപാഠിയുടെ ഓഡിയോ സന്ദേശമൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പുറത്തുണ്ടല്ലോ സുർജിത്ത്. ഈ റിമാൻഡ് റിപ്പോർട്ടിലെ ഈ പരാമർശങ്ങൾ പുറത്തു വരുമ്പോൾ എന്താണ് ചേർത്ത് വായിക്കേണ്ടത് സുർജിത്ത്? ഉന്മേഷ, ഇത് കൊലപാതകമല്ല എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. നേരത്തെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജൻ ഉൾപ്പെടെയുള്ളവർ ഈ ഹോസ്റ്റലിൽ എത്തുകയും കൃത്യമായ രീതിയിൽ പരിശോധന നടത്തുകയും ചെയ്തതാണ്. അതായത് ഈ മുറിക്കകത്തേക്ക് കയറി വാതിലടച്ചിരുന്നു. വാതിലടച്ച ശേഷം ആണ് ഈ തൂങ്ങി മരണം ഉണ്ടായിട്ടുള്ളത്. വാതിൽ തല്ലിപ്പൊളിച്ച ആണ് അകത്ത് കടന്ന് ഈ മൃതദേഹം പുറത്തേക്ക്, അല്ലെങ്കിൽ ഈ സിദ്ധാർത്ഥനെ പുറത്തേക്ക് ഇറക്കുന്നത് ഈ വാതിൽ തകർത്താണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ആത്മഹത്യയാണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം ഫോറൻസിക് റിപ്പോർട്ടുകളെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇതിനകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീട്ടുകാരുടെ ഗുരുതര ആരോപണം ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇത് ആത്മഹത്യ തന്നെയാണെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് ഇതിനകം എത്തിയിട്ടുണ്ട്. നിലവിൽ മർദ്ദനം, തടഞ്ഞുവെക്കൽ, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ഇനി പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം കൂടി ചുമത്താനുള്ള നീക്കം പോലീസ് നടത്തുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആ വകുപ്പ് കൂടി അത് കൂട്ടിച്ചേർക്കപ്പെടും. അത്തരം നടപടികളുമായിട്ടാണ് പോലീസ് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്, ശരി. സുർജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്, റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ. ഈ സമയത്ത് തന്നെയാണ് കൊയിലാണ്ടി കൊല്ലം ആർശങ്കർ SNDP യോഗം കോളേജിലെ BSc കെമിസ്ട്രി 2ാം വർഷ വിദ്യാർത്ഥി CR അമലിന് മർദ്ദനമേറ്റു എന്നുള്ള വാർത്ത വരുന്നു. അമലിന്റെ മൂക്കിന്റെ പാലത്തിന് ചതവുണ്ട്, വലതുവശത്തെ കണ്ണിന് സമീപത്ത് പരിക്കുണ്ട്. SFI പ്രവർത്തകർ മർദ്ദിച്ചു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിന്നും ഉയരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.